ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡ് ഉള്ളവരും വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ആദ്യത്തെ അറിയിപ്പ്, ഇ പോസ് മെഷീൻ തകരാറിലായതോടെ സംസ്ഥാനത്തെ പലയിടങ്ങളിലും റേഷൻ വിതരണം മുടങ്ങിയിരിക്കുകയാണ്. ഇ പോസ് മെഷീനിലെ സെർവർ തകരാറിലായതോടെയാണ് റേഷൻ സാധനങ്ങൾ വാങ്ങാനെത്തിയവർക്ക് തിരികെ പോകേണ്ട അവസ്ഥ വന്നത്. റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിലെ സെർവർ തകരാറിലാകുന്നത് ഇത് ആദ്യമായൊന്നുമല്ല. തുടർച്ചയായി സെർവർ തകരാറിലാകുന്ന അവസ്ഥയ്ക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മന്ന പിങ്ക റേഷൻ കാർഡുകാരുടെ മസ്റ്ററിംഗ് ചെയ്യേണ്ട സമയം കേന്ദ്ര സർക്കാർ അനുവദിച്ചു മാർച്ച് 31 വരെയായിരുന്നു. എന്നാൽ കേരളത്തിൽ ഏറെ വൈകിയാണ് മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയത് തന്നെ. റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടത്തുന്നത് ബുദ്ധിമുട്ടായതിനാൽ മസ്റ്ററിംഗിന് മാത്രമായി 3 ദിവസം അനുവദിച്ചിരുന്നു. എന്നാൽ തുടർച്ചയായ സെർവർ തകരാർ മൂലം മസ്റ്ററിംഗും സ്തംഭനാവസ്ഥയിലാണ്. ഇപ്പോഴിതാ ഇ പോസ് മെഷീനിലെ സെർവർ പണിമുടക്കിയതിനെ തുടർന്ന് ജനങ്ങൾ വീണ്ടും വലഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് സെർവർ തകരാറിലായത്. മാസാവസാനമായതിനാലും ഈ ആഴ്ച അവധി ദിവസങ്ങൾ കൂടുതലുള്ളതിനാലും ഈ മാസത്തെ റേഷൻ വിതരണത്തിനുള്ള അവസാന ദിവസം ഇന്നായിരുന്നു. അതിനിടയിലാണ് ഈ പ്രതിസന്ധി നേരിട്ടത്. മാർച്ച് മാസത്തിലെ അരി റേഷൻ കടകളിലെത്തിയത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം അവധിയായതിനാൽ തന്നെ ഇന്ന് റേഷൻ കടകളിൽ വലിയ രീതിയിലുള്ള തിരക്കും അനുഭവപ്പെട്ടിരുന്നു. സെർവർ തകരാറിലായതോടെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം 6 വരെ, അതായത് ഏപ്രിൽ 6-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ടെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ഗ്യാസ് ബുക്ക് ആധാറുമായി ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പാണ്. മാർച്ച് 31 അടുത്തതോടെ ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് വിവിധ ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഗ്യാസ് ബുക്കും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യണമെന്ന വാർത്ത എത്തിയതോടെയാണ് ജനങ്ങൾ ഏജൻസികളിലേക്ക് വൻതോതിൽ എത്തിയത്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അവർ നേരിട്ട് ആധാർ കാർഡുമായി ഏജൻസിയിലെത്തി വിരൽ പതിപ്പിച്ച ശേഷമാണ് ആധാർ ഗ്യാസ് കണക്ഷൻ ബുക്കുമായി ബന്ധിപ്പിക്കേണ്ടത്. എന്നാൽ പുതിയതായി കണക്ഷൻ എടുക്കുന്നവർ ആധാർ നൽകുന്നതിനാൽ ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രശ്നം നേരിടുന്നില്ല. പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കാതെ ഇരിക്കുന്നത്. വിദേശത്തുള്ള ആളുടെ പേരിലാണ് ഗ്യാസ് കണക്ഷനെങ്കിൽ അത് മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശമുണ്ട്. ആരുടെ പേരിലേക്കാണോ കണക്ഷൻ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ കയ്യിൽ കരുതണം. എന്നാൽ ആധാറും ഗ്യാസ് ബുക്കും ബന്ധിപ്പിക്കുന്നതിന് അവസാന തീയതി മാർച്ച് 31 അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാർച്ച് 31 ശേഷവും ഇത് ചെയ്യാവുന്നതാണ്. കൃത്യമായി ഒരു അവസാന തീയതി ഈ ഗ്യാസ് ബുക്കും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് നിശ്ചയിച്ചിട്ടില്ല. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.